السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ഒരു കാര്യമാണ് സ്വലാത്തു ബി അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ ആദ്യ വക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം നിസ്കാരാദി കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കും. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഹയ്യ അല സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് വരുമെന്ന് വിളിച്ചു പറയുമ്പോൾ പലരും ഇന്ന് അശ്രദ്ധകളിലാണ്. അവർക്ക് നിസ്കാരാദി കാര്യങ്ങളിൽ വളരെയധികം അശ്രദ്ധയിലും ദുനിയവിയായ പ്രവർത്തനത്തിലുമാണ് അവർ നിലനിൽക്കുന്നത്. അവർക്ക് നിസ്കാരത്തിലേക്ക് വ്യാപൃത ആകുന്നതിന് വളരെയധികം മടിയുമാണ്. അള്ളാഹുവിൻ്റെ ഭക്ഷണവും അള്ളാഹുവിൻ്റെ വെള്ളവും കുടിച്ചിട്ട് അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ചിട്ട് നിസ്കരിക്കാതിരിക്കുന്നത് വളരെയധികം തെറ്റായ ഒരു നടപടിയാണ്. അതിനാൽ നാം അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാവണമെങ്കിൽ നിസ്കരിക്കാത്തവന് വിശുദ്ധ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അതിമോശമായിട്ടുള്ള സ്ഥാനമാണ് വിശുദ്ധ ഇസ്ലാമിൽ നിസ്കരിക്കാത്തവന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പട്ടിയേക്കാളും പന്നിയേക്കാളും അതിനികൃഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് നിസ്കരിക്കാത്തവന് അല്ലാഹു തആല നൽകിയിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും 5 നേര നിസ്കാരങ്ങളെയും പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുവാനും നിർവഹിക്കുവാനും നാം തയ്യാറാകും. അങ്ങനെ നാം അള്ളാഹുവിന് തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും തഖ്വയുള്ള ഒരു അടിമയായിട്ട് നാം മാറുവാനും നാം ശ്രമിക്കും. പ്രത്യേകിച്ച് സുബഹി നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് നിസ്കാരമെന്ന് വിളിച്ചു പറയുമ്പോൾ പലരും അശ്രദ്ധമായി ബാങ്ക് കേട്ടവർ വീണ്ടും കേട്ടതായ ഭാവം നടിക്കാതെ വീണ്ടും അശ്രദ്ധമായി കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് സുബഹി ഖളാ ആക്കുന്നതായ അവസ്ഥകളുമാണ് ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഇതിനെല്ലാം നാം വിട്ടുനിന്നുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും തഖ്വയുള്ള ഒരു അടിമയായിട്ട് നാം മാറുവാനും നാം ശ്രദ്ധിക്കുക. ഇങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും ഒരു നിസ്കാരത്തെയും ഖളാ ആക്കാതെ ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുവാനും നാം തയ്യാറാകും. അങ്ങനെ നാം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതിന് നാം നല്ല തഖ്വയുള്ള ഒരു ജീവിതം നാം നയിക്കും. അല്ലാഹു തആല എല്ലാം കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി പടച്ചവന് തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹുവിനെ മറച്ചു വെക്കുവാനൊന്നും നമുക്ക് കഴിയുകയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി നാം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും
ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.